ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ അതോറിറ്റിയിലും സർക്കാർ ആശുപത്രികളിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഇടുക്കി ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർവഹണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടെക്നിക്കൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നുണ്ട്. 179 ദിവസത്തിൽ കവിയാതെയുള്ള ദിവസവേതന അടിസ്ഥാനത്തിലാണ് JJM വോളണ്ടിയർ ടെക്നിക്കൽ തസ്തികയിൽ ജല അതോറിറ്റിയുടെ കട്ടപ്പന പ്രോജക്റ്റ് ഡിവിഷൻ നിയമനം നടത്തുന്നത്. IT അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, ജൽജീവൻ മിഷൻ വോളണ്ടിയർ ജോലിയിൽ മുൻപരിചയമുള്ളവർ, പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങളിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ളവർ, കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ജലവിതരണ രംഗത്ത് പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് 19 ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ വെള്ളയംകുടിയിലുള്ള കാര്യാലയത്തിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെട്ട 14 നൈപുണ്യ വികസന കേന്ദ്രങ്ങളിലേക്ക് ട്രെയിനർ, സ്കിൽ സെൻറ്റർ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ട്രെയിനർ വിഭാഗത്തിൽ മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ 2 ഒഴിവ്, ആനിമേറ്റർ, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് 4 ഒഴിവ്, ഗ്രാഫിക് ഡിസൈനർ 2 ഒഴിവ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. സ്കിൽ കൗൺസിൽ അംഗീകരിച്ച ട്രെയിനർ യോഗ്യത വേണം. സ്കിൽ സെൻറ്റർ അസിസ്റ്റൻറ്റിൻ്റെ 4 ഒഴിവുകളുണ്ട്. ബന്ധപ്പെട്ട സ്കിൽ മേഖലയിൽ VHSC അല്ലെങ്കിൽ NSQF പാസ്സാകണം. യോഗ്യരായ അപേക്ഷകർ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം മാർച്ച് 18 മുമ്പ് SSK കോട്ടയം ജില്ലാ ഓഫീസിൽ നേരിട്ടോ തപാലിലോ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് 600 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അംഗീകൃത ഡ്രൈവിംഗ് ലൈസൻസ്, LMV, അംഗീകൃത ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 2025 ജനുവരി 1 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് 26 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ആശുപത്രി നിർവഹണ സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നഴ്സിംഗ് ഓഫീസർ JPHN തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. 179 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. നഴ്സിംഗ് ഓഫീസർക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM-ഉം കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. പ്രതിദിനം 700 രൂപയാണ് വേതനം ലഭിക്കുക. JPHN കോഴ്സ് വിജയമാണ് JPHന് വേണ്ട യോഗ്യത. 850 രൂപയാണ് പ്രതിദിന വേതനം. ഇരു തസ്തികകളിലേക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. പ്രായം 18 മുതൽ 36 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം മാർച്ച് 17 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് കാര്യാലയത്തിൽ ഓവർസിയർ ഗ്രേഡ് 1 ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ പ്രൈസ് സോഫ്റ്റ്വെയർ, ഓട്ടോകാഡ്, എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ എന്നിവയിലുള്ള അറിവും ഉണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 35 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ്. യോഗ്യരായവർ മാർച്ച് 17 രാവിലെ 11 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.